പ്രിയ, ഇന്നലകളുടെ ജീവിതമല്ല, ഇനി നാളുകളിലെ ജീവിതമല്ല, ഇന്നാണ് ജീവിതം ഉള്ളതെന്നാണ് സാമൂൽ താക്കോൽക്കാരൻ പറഞ്ഞത്. അതിനാണോ ചേട്ടാ ഈ 4 മെഴുകുതിരി ഇല്ലാത്ത മഞ്ഞപ്പൊടി കലക്കിയ വെള്ളവും ഈ മഞ്ഞ തന്നെ ഇറക്കി ഈ കപ്പ് കേക്കും തന്നെ ഇവിടെ ഇരുത്തിയേക്കുന്നത്? ഈ കപ്പ് കേക്ക് സ്റ്റാർട്ടറാണ്. ഇത് കഴിഞ്ഞ് എന്റെ പുറകെ സാധനം വരും. ഈ തൊണ്ടിന്റെ പുകയടിച്ച് എനിക്ക് നല്ല തലവേദന എടുക്കുന്നുണ്ട്. തലവേദന ആസ്വദിക്കുന്നതെന്നാണ് സാമൂൽ താക്കോൽക്കാരൻ പറഞ്ഞത്. ഓ ആരടി കിടന്ന് വിളിക്കണം? ഹലോ, അതെ. ഈടോ താനെന്തിനാ ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ പറയാൻ വിളിച്ചാണോ? ആ, അയ്യോ, എടോ രാവിലെ തുറന്നു തരാടോ, ഞാൻ ന്യൂ ഇയർ ആഘോഷിച്ചിരിക്കുക. എന്നാ ഞാനിപ്പോ വരാം. നമ്മുടെ ബാറിലേ അവിടെ നിന്നാ വിളിച്ചേക്കുന്നത്. എന്താ? അവിടെ ഒരാൾ പെട്ടെന്ന്. അയ്യോ, ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ തുറന്നു വിടുന്നു, ബാറിനകത്താണ്. ഇല്ല പിന്നെ അയാൾ അതിനകത്ത് കിടന്ന് പെട്ടുപോകത്തില്ലേ? ചേട്ടൻ ഇപ്പൊ പോയിട്ടുണ്ടെങ്കിൽ അവരെ തുറന്നു വിടാൻ. പിന്നെ ഇതൊക്കെ എന്തോ ഇവിടെ ഉണ്ടാക്കി വെച്ചേക്കുന്നത്? നീ ഇവിടെ ഇരിക്കണം അതുവരെ. അങ്ങനെ ഒറ്റയ്ക്ക് ഇവിടെ ഇരിക്കണം എന്നാണ് സാമൂൽ താക്കോൽക്കാരൻ പറഞ്ഞേക്കുന്നത്. അയാളുടെ പൂട്ടും താക്കോലും. എന്റെ 2025 ഷൂ. ഞാൻ പോയിട്ട് പെട്ടെന്ന് വരാം. നിങ്ങൾ എന്റെ കൺമുന്നിൽ നിന്ന് പോന്ന വഴിക്ക് ആ തൊണ്ടിന്റെ പുക അത് കളയണം. മഞ്ഞപ്പൊടി കലക്കിയ വെള്ളം, മഞ്ഞപ്പൊടി നാളെ അടുക്കളയിൽ കിട്ടണം. അത് തരാം. കേട്ടല്ലോ? കപ്പ് കേക്ക് പിള്ളേർക്കുള്ളത് നാളെ കൊണ്ടുവരണം. അത് കിട്ടണം. എന്റെ കോഴിവാലൻ ചെടിയുടെ മണ്ട, എന്റെ കോഴിവാലൻ കാണാൻ കരിഞ്ഞ നിങ്ങളുടെ 2025 ഞാൻ സാമൂൽ താക്കോൽ തങ്ങളുടെ താക്കോലും പൂട്ടും. എനിക്ക് പോ. 2025 എന്റെ ന്യൂ ഇയർ നശിപ്പിച്ച് അവൻ ഏത് പാതാളത്തിനകത്താന്ന് പോയിരിക്കുന്ന എടുത്തു വെച്ചു. എന്റെ ദൈവമേ, ഇവനെയൊക്കെ പിടിച്ച് പോലീസ് സ്റ്റേഷനിൽ കൊണ്ടു കൊടുക്കണം. നാശങ്ങൾ ഒന്നും പറയണ്ട. എൻ്റെ അമ്മൂമ്മയുടെ 16 അടിയന്തരത്തിന് കയറി ഇരിക്കുക. ഞാൻ എൻ്റെ പെണ്ണും പുള്ളിയുടെ വായിരിക്കുന്നതും കേൾക്കണം. ഇവനൊക്കെ എന്ത് ഭ്രാന്തനൊക്കെയാന്ന് എനിക്ക് എന്തായാലും എടുക്കും വന്നല്ലേ, സന്തോഷമായി. എടോ, തനിക്ക് സാധനം എടുത്ത് തരാൻ വന്നതല്ല, ഞാൻ ഇതിനകത്ത് ഒരാൾ പെട്ടു, അയാളെ രക്ഷിക്കാൻ വേണ്ടി വന്നതാണ്. ആ പെട്ടെന്ന് വിളിച്ചു പറഞ്ഞ ആള് ഞാനാ. അതെന്താ കള്ളം പറഞ്ഞു? അങ്ങനെ പറഞ്ഞാലേ സാർ ഓടി വരത്തുള്ളൂ എനിക്കറിയായിരുന്നു. സാറേ എന്തായാലും ഇവിടെ വരെ വന്നില്ലേ, ഇനി ഒരു ഷട്ടർ തുറന്നാൽ പോരെ. ന്യൂ ഇയർ അടിക്കാൻ വേണ്ടി പിള്ളേർ ഇവിടെ ക്യൂ നിൽക്കുക. 2 പുള്ളിൻ്റെ അടുത്ത് കണ്ടു. ഞാൻ എന്തെല്ലാം പ്രശ്നത്തിനിടയിൽ വന്നതെന്നറിയോ? കുപ്പിക്കകത്താ പറഞ്ഞാൽ പോരെ, എന്റെ വണ്ടിക്കകത്തിരിപ്പുണ്ടല്ലോ സാധനം. ഞാൻ 100 കൂട്ടം കാര്യങ്ങൾക്ക് ഇരിക്കുമ്പോഴേ കൊറിയൻ നെപ്പോളിയനാ. താങ്ക് യു സോ മച്ച്, താങ്ക് യു വെരി മച്ച്. മറക്കത്തില്ല. താങ്ക് യു വേണ്ട, ഒന്നും വേണ്ട, താൻ പോയി. അപ്പൊ എന്റെ ക്യാഷും കാര്യങ്ങളൊക്കെ ഒരു പൈസയും സാറാണ് സാർ രാജാവ്. സാറേ താങ്ക് യു സോ മച്ച്. ഈ ഹാപ്പി ന്യൂ ഇയർ, ഹാപ്പി ക്രിസ്മസ്. നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. എന്നെയോ? ആ, നിങ്ങളെ കണ്ടിട്ടുണ്ട്. യൂട്യൂബ് വീഡിയോ കാണാറുണ്ട്. അപ്പൊ പിന്നെ എന്നെ കാണാതിരിക്കത്തില്ലല്ലോ. അയ്യോ, പിന്നെ ഈ സാമൂൽ താക്കോൽക്കാരൻ. സാമൂൽ താക്കോൽക്കാരൻ അത് ഞാനാണ്. എടാ, നിനക്ക് നാണമുണ്ടോ? നിനക്ക് നീയാണോ ഈ KSRTC സ്റ്റാൻഡിൽ കിടന്ന് ഇത്രയും വഴക്കുണ്ടാക്കി തമിഴിനുമായിട്ട്? ഇപ്പഴല്ലേ ആ പച്ചത്തറി പറഞ്ഞ എന്റെ നെഞ്ഞുകൂടിയെ ചവിട്ടി എന്റെ രണ്ടെണ്ണം അടിച്ചു കഴിഞ്ഞാൽ ഞാൻ ലോകത്തില്ലാത്ത പച്ചത്തെറിയെ വിളിച്ച് പറയുന്നത് എന്റെ സ്വഭാവമായിപ്പോയി. അതുകൊണ്ടാ. എന്റെ പൊന്നെ, ഇത്രയും വിവരക്കണാണോ നിങ്ങള്? ഇയാൾക്കെന്താ കുഴപ്പം? എടോ, തന്റെ വീഡിയോ കണ്ടിട്ട് എന്റെ പെണ്ണുമ്പോളെ വിളിച്ച് ഞാൻ മഞ്ഞ തിരുത്തി അവിടെ ക്യാൻഡിൽ ലൈറ്റ് ഉണ്ടാക്കി കത്തിച്ച് വെച്ചിട്ടാ ഞാൻ ഈ വരുന്നത്. എന്തിന്? താനല്ലേ പറഞ്ഞത് ജീവിത യാഥാർത്ഥ്യം എന്ന് പറഞ്ഞാൽ ജീവിതം എങ്ങനെ ജീവിക്കണം, അതാണ് ഇതാണ് ജീവിതം, മറിച്ചാന്നൊക്കെ താനല്ലേ പറയുന്നത്. ഒരു ഒറ്റയ്ക്ക് ഇരിക്കാൻ പറ്റും കേട്ടോ. ജീവിതം എങ്ങനെ ജീവിക്കണമെന്നോ? സ്വന്തം പെണ്ണുമ്പോൾ ഒരു തടിവെട്ടുകാരനോട് ഇറങ്ങിപ്പോയി. 2 പെമ്പിളാരുണ്ടായിരുന്നു. അവർ ബീഹാറിലെ ഉറീസിലെ കണ്ട് കറങ്ങി നടക്കുമെന്ന് പറയുന്നത്. നാട്ടിലെ അവന്മാര് സുഖമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ട് സൂഹിക്കാനോ? കാരണം ഞാൻ മോട്ടിവേഷൻ എന്ന് പറഞ്ഞ ഓരോ വീരക്കേട് വിളിച്ചു പറയും. അതൊക്കെ കേട്ട് മോട്ടിവേഷൻ എന്ന് പറഞ്ഞിറക്കാൻ നിനക്കൊക്കെ അല്ലേ പ്രാന്ത്? എനിക്കൊരു കുഴപ്പമില്ല. എനിക്ക് സൂഹിക്കാത്തതൊക്കെ ഞാൻ വിളിച്ചു പറയും. മോട്ടിവേഷൻ പോലും മോട്ടിവേഷൻ. എന്ത് മോട്ടിവേഷൻ? എനിക്കൊരു മോട്ടിവേഷനും ഇല്ല. ഹാപ്പി ന്യൂ ഇയർ. താനാ ഗുണം പിടിക്കാത്തത്. തനിക്ക് ബാറെണ്ണേ ഉള്ളു, വിവരമില്ല, ബോധമില്ല. ഹാപ്പി ന്യൂ ഇയർ. കാണാം, താക്കോൽക്കാരനെ കാണാം. മോട്ടിവേഷൻകാരൻ ഞാൻ ജീവിതത്തിൽ വിശ്വസിക്കത്തില്ല. നാശം പിടിച്ചമാര് എന്റെ 2025
നശിപ്പിച്ചേക്കുന്നു. നാശങ്ങള്. അവൾ ഇന്ന് അങ്ങോട്ട് ചെല്ലുമ്പോ എന്നെ കൊല്ലും. സാർ ഹാപ്പി ന്യൂ ഇയർ സാർ.